ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സർപ്രൈസ് കൊടുക്കുന്നതാണ്. ഫസ്റ്റ് സർപ്രൈസ് കൊടുക്കുന്നത് പറഞ്ഞാൽ മറ്റാർക്കുമല്ല, നമുക്ക് ചിറ്റയ്ക്കാണ് സർപ്രൈസ് കൊടുക്കുന്നത്. അപ്പം ചിറ്റയുടെ ബർത്ത്ഡേ ആണ് ജാനുവരി 12-ാം തീയതി. ഇന്ന് തലേദിവസം രാത്രി 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് വാങ്ങിക്കൊണ്ട് പോയി 12 മണിക്ക് കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചിറ്റയ്ക്ക് വേണ്ടിയിട്ട്. ചിറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചിറ്റയ്ക്ക് ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടില്ല. കേക്ക് വാങ്ങിച്ച് രാത്രി പോയി കട്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. റെഡിയായി ഇറങ്ങി സമയം നോക്കി 9 മണി ആയിട്ടുണ്ട്. 9 മണി കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇത് എറണാകുളമാണ് സ്ഥലം. അപ്പോൾ ഞങ്ങൾ വളപ്പിലാണ് പോയി കേക്ക് വാങ്ങിക്കുന്നത്. വളപ്പെന്ന് പറയുന്ന സ്ഥലത്താണ് പോയി കേക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഉള്ളത് ദൂരം. ഇതാണ് അമ്മാവന്. അപ്പോൾ അവൾ ടാറ്റ പോകാമെന്ന് പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് ഇറങ്ങുകയാണ്. എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് പുള്ളിക്കാരത്തി. ഫസ്റ്റ് ചാടി ഇറങ്ങും. അപ്പോൾ പോകാനൊക്കെ കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ചാടി ഓടും. അപ്പോൾ തന്നെ പോയി ഇപ്പോൾ വണ്ടിയിലൊക്കെ കയറും കേട്ടോ. എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇറങ്ങുക എപ്പോൾ ഏത് പാതിരാത്രി പറഞ്ഞാലും അവൾ ഇറങ്ങും. അപ്പോൾ നമുക്ക് കേക്ക് വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ ഞങ്ങളങ്ങനെ ഷോപ്പിലെത്തി. ബെസ്റ്റ് ബേക്കേഴ്സാണിത്. അപ്പോൾ അവിടെ വളപ്പിലെ ബെസ്റ്റ് ബേക്കറിലാണ് വന്ന് കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ കേക്ക് നോക്കാം. ഹാഫ് KGയുടെ കേക്കാണ് നോക്കുന്നത്. റെഡ് വെൽവെറ്റാണ് എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേക്കാണ് റെഡ് വെൽവെറ്റ്. അപ്പോൾ അതിൽ നോക്കിയപ്പം ചിറ്റയുടെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ക്യാരമൽ ചിറ്റയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ ക്യാരമൽ വാങ്ങിക്കണോ റെഡ് വെൽവെറ്റ് വാങ്ങിക്കണോ എന്നാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് പിസ്താഷ്യോ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ കുറച്ചുകൂടെ നല്ലത് പിസ്താഷ്യോ അല്ലേ. അപ്പോൾ പിന്നെ അന്ന് അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഹാഫ് KGയുടെ. പിന്നെ ഫൈനലി ഞങ്ങൾ സെലക്ട് ചെയ്തത് പിസ്താഷ്യോ കേക്കാണ്. പിസ്താഷ്യോ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിലെടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ ചിറ്റേന്ന് എഴുതാൻ പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ല് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു ജ്യൂസ് സെലക്ട് ചെയ്തായിരുന്നു കേട്ടോ. അതിനകത്ത് പ്രൈസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അത് 2 പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് RS 15 രൂപയെന്നും RS 60 രൂപയെന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെന്താ റീസെൻറ്റ് വാല്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത് 15 രൂപ. അപ്പോൾ പുള്ളി 15 രൂപ തപ്പിട്ട് ഒന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡിയായി ഇറങ്ങുകയാണ്. അപ്പം കേക്ക് കൊടുത്ത് ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട് കേട്ടോ. 11:30 ആയി, 11:30 കഴിയാറായി. അപ്പം ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് ഉണ്ട് പോകാനൊക്കെ ഉണ്ട് കേട്ടോ. 11:45 10-15 മിനിറ്റ് എടുക്കും. പനമ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. പനമ്പാട് പോയിട്ട് അവിടുന്ന് കുറച്ച് അകത്തേക്ക് പനമ്പാട് ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അപ്പോൾ അതിനടുത്തായിട്ടാണ്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയം 11:45 അങ്ങനെ 5 മിനിറ്റ് ഉണ്ട്, അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കറക്റ്റ് 12 മണിയാകുന്നതിന് മുന്നേ നമ്മൾ അവിടെ എത്തും. ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്താണ് ഇറങ്ങുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതുവരെ അവൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെയും പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷവുമാണ്. അപ്പം അങ്ങനെ ഉണർന്നിരുന്നതാണ് അവൾ. ഇല്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ ഉറങ്ങുന്നവളാണ്. അവൻ ഉണർന്നിരിപ്പുണ്ട്. ചിറ്റ അവിടെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങിയതേയില്ല കണ്ടോ. അപ്പം പിന്നെ ഞങ്ങൾ കേക്ക് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. ചിറ്റപ്പനെ നേരത്തെ വിളിച്ച് പറഞ്ഞു പട്ടിയെ കട പൂട്ടിയിട്ടേക്കണം, തുറന്ന് വിടല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എല്ലാം വിളിച്ച് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ചിറ്റി അറിഞ്ഞിട്ടില്ല. ചിറ്റപ്പനെ വിളിച്ച് ഞങ്ങൾ സീക്രട്ടായിട്ട് ചെയ്ത കാര്യമാണ് കേട്ടോ. അപ്പം നമുക്ക് പോകാം.
അതിനൊന്നും കാണത്തില്ല കേട്ടോ, നല്ല ഇരുട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ വിച്ചിട്ടയുടെ വീട്ടിലെത്തി. അപ്പോൾ നോക്കുമ്പോൾ ലൈറ്റൊന്നുമില്ല, വെളിയിലും ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. കാരണം ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക, എന്തെങ്കിലും സർപ്രൈസ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടെന്ന് ഓൾറെഡി ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ചിറ്റയ്ക്ക്. നമ്മളങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കയറി വന്ന് ഞങ്ങൾ സിറ്റ് ഔട്ടിൽ കേക്ക് ഒരു ചെയറിലെടുത്ത് വെച്ച് കുഞ്ഞാച്ചി അപ്പോഴത്തേക്ക് ഹായ് എന്ന് പറയാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടേക്ക് മിണ്ടി സൗണ്ട് കേട്ടാൽ എണീക്കുമല്ലോ, ഇത് മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പട്ടി കുരയ്ക്കുകയൊന്നും ചെയ്തില്ല, ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു ആരാന്ന്. എന്നാൽ കുരയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല, കുരച്ചിരുന്നെങ്കിലും അറിഞ്ഞേനായിരുന്നു. അവൾ കുരയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല, സൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞങ്ങൾ കയറി കയറി പയ്യനെ അവിടെ നിന്നൊരു ചെയറൊക്കെ എടുത്തിട്ട് അതിൽ കേക്കൊക്കെ എടുത്ത് വെച്ച് നിൽക്കുകയാണ്. 12 മണി ആയിട്ടില്ല കേട്ടോ, ഇനി 3-4 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ശരി 12 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ഞങ്ങളുടെ അമ്മ സുധാമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അതായത് വല്യമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അമ്മയുടെ ഫോണിലേക്ക് 12 മണിയാകുമ്പോൾ വിളിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ 11:57 ആയിട്ടുള്ളൂ. ഒരു 12 മണിയാകത്ത് അമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് അമ്മ വന്ന് കഥ തുറക്കുമല്ലോ. അപ്പോൾ ചിറ്റയുടെ മുറിയിൽ പോയിട്ട് ചിറ്റയ്ക്ക് സർപ്രൈസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന പിക്ചർ ഞാൻ വരച്ചതാണ്, കാരണം ഇത് മൊത്തം ഞാൻ വരച്ച കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പം 12 മണി ആകാറായി. ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വല്യമ്മയെ വിളിക്കാം. வெண்ணிலவு சாரல் நீ வீசும் குளிர் காதல் நீ ஆசை வந்து ஆசை தீர ஆடுகின்ற ஊஞ்சல் நீ கொட்டும் பனி மாயம் நீ கோடி வெயில் சாயம் நீ துள்ளி விளையாடும் மண்ணில் தோகையாகும் காலம் மின்னல் மோதும் வாசல் நீயே செல்லமான நீரல் நீயே நெஞ்சமேகும் ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ, ഹാപ്പി ബർത്ത്ഡേ പറ. എന്നോടൊന്നും ചോദിച്ചില്ല. മുറി
അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി നല്ല ടയേർഡാണ്. ടയേർഡെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഉറക്കം വരുന്ന ടയേർഡാണ് കേട്ടോ, ഉറക്കം വരുന്നു. അപ്പോൾ കയറി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച്. പക്ഷെ അവൾക്ക് ഇതുവരെ ഉറക്കം വന്നിട്ടില്ല, അതാണ് സത്യം. അവൾക്ക് ഇതുവരെയും ഉറക്കം വന്നിട്ടില്ല. ഇനി എപ്പോൾ ഉറങ്ങുമെന്ന് അറിയത്തില്ല. ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് അവൾ ഉറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഉറക്കത്തിൻ്റെ സമയം കഴിഞ്ഞു. 11 മണിയാകുമ്പോഴത്തേക്ക് ഉറങ്ങുന്നതാണല്ലോ. അപ്പോൾ ഉറക്കത്തിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ഇനി എന്തായാലും അവൾ ഒരു 2 മണി 2:15 ആകുമ്പോഴത്തേക്ക് എന്തായാലും ഇനി ഉറങ്ങുകയുള്ളൂ. ആ സമയത്ത് ഇനി എനിക്ക് ഉറങ്ങാൻ പറ്റുകയുള്ളൂ. അവൾ ഉറക്കത്തില്ല. അപ്പം അങ്ങനെ വന്ന് മുറി കയറി ജസ്റ്റ് ഒന്ന് ഫ്രഷായി, മുഖമൊക്കെ ഒന്ന് കഴുകി. അപ്പം ഇനി എല്ലാം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കയറി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞാച്ചി ഇതേ നിൽക്കുന്നുണ്ട്, ഉറങ്ങി. അവിടെ മുഖത്തുണ്ട് ഒരു ഉറക്ക ഫീൽ പോലും ഇല്ല. ഒരു ചെറിയ ഫീലെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് കിടത്തി ഉറക്കും. അങ്ങനെ ഇനിയിപ്പം കയറിക്ക് എന്തായാലും പിടിച്ച് കിടത്തി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടത്തി ഉറക്കാമെന്നിങ്ങനെ വിചാരിക്കുന്നു. എനിക്ക് ഉറക്കം വരും, നിങ്ങൾക്ക് എൻ്റെ കണ്ണി നോക്കിയാൽ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.